ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കുട്ടികാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായൊരു വ്ളോഗാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഗാർഡനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ്, അതുപോലെ എന്നും നമ്മുടെ ഗാർഡനിൽ പൂക്കളുണ്ടാകുന്ന കുറച്ച് ചെടികൾ, അതുപോലെ നമ്മുടെ പറമ്പിൽ കാണപ്പെടുന്ന നല്ല വില കൂടിയ ഇൻഡോർ പ്ലാന്റ്സ്, ഇതൊക്കെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ റോസാപ്പൂവിൻ്റെ മൊട്ടുണ്ടായത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടണുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചെടികളിൽ ഏറ്റവും നല്ല ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. നമ്മുടെ വീടുകളിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ചെടിയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ എയർ പ്യൂരിഫൈ ചെയ്യാൻ വളരെ നല്ല ഒരു ചെടിയാണ് നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റ്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ ഷേപ്പ് ചെയ്ത് നിർത്തുന്നത് വളരെ ഭംഗിയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പറമ്പിലെ കുറച്ച് ചെടികൾ കാണാം. ഇത് കണ്ടോ, കലേഡിയത്തിൻ്റെ ഒരു ടൈപ്പ് ഓഫ് കലേഡിയം പ്ലാന്റാണിത്. ഇതിൻ്റെ ഇല കണ്ടില്ലേ? ഇലയിൽ മുഴുവനും നല്ല വൈറ്റ് പാറ്റേൺ ആണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. കലേഡിയൻ ചെടികൾ 100 കണക്കിന് ഡിഫറെൻറ്റ് ചെടികളുണ്ട്. അതായത് പല പല ഡിസൈനിലും പല പല നിറങ്ങളിലുമുള്ള ഒരുപാട് കലേഡിയൻ ചെടികളുണ്ട്. അതിലെ ഒരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ പേരറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. കാരണം ഇതിൻ്റെ ആ വൈറ്റ് പച്ചയിൽ ആ വൈറ്റ് പാറ്റേൺ കാണാൻ ഒത്തിരി നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത വേറൊരു കലേഡിയെ കാണാൻ പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ തെറ്റി നിറയെ പൂവിട്ട് നിൽക്കുക കേട്ടോ. തെറ്റിയുടെ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. തെറ്റി നമ്മൾ ഒരുപാട് ടൈപ്പ് തെറ്റിയുണ്ട് കേട്ടോ. ഒരുപാട് ഇതേപോലെ കടും ചുവപ്പ് നിറത്തിലുള്ളത്, പിങ്ക് നിറത്തിലുള്ള പിങ്ക് ഞാൻ കാണിച്ചു തരാം. പിങ്ക് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ വൈറ്റ് ഉണ്ട്. എപ്പോഴും പൂ കിളിക്കുന്നതിൽ ഒരു ടൈപ്പാണ് കേട്ടോ തെറ്റി. നമ്മുടെ കലേഡിയത്തിൽ പറമ്പിൽ വെറുതെ കിളിച്ച് നിൽക്കുന്ന അടുത്ത ഒരു ഡിസൈനാണ് ഇത്. ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. നല്ല പച്ചക്കകത്ത് പിങ്ക് ഡോട്ട്സും അതേപോലെ തന്നെ വൈറ്റ് ഡോട്ട്സുമുള്ള ടൈപ്പ് കലേഡിയമാണ്. ഇതൊക്കെ നമ്മൾ നേഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ്. നല്ല വില കൊടുത്താൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ പറമ്പിലൊക്കെ ഇതിങ്ങനെ കിടക്കുന്ന കാരണം നമുക്കൊരു വിലയില്ല. പക്ഷെങ്കിൽ പുറത്തുള്ള ഓരോരോ കൺട്രികളിലൊക്കെ കലേഡിയം ഫെസ്റ്റിവൽസ് തന്നെ ഉണ്ട്. അതായത് പലതരത്തിലുള്ള കലേഡിയം ചെടികൾ കൂട്ടി വെച്ച് അവരിങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ നമ്മൾ നടത്തുമല്ലോ. അതേപോലെ തന്നെ ഈ കലേഡിയം ചെടികൾ മാത്രം വെച്ച് കലേഡിയം ഷോ, കലേഡിയം ഫെസ്റ്റിവൽസ് ഒക്കെ നടത്താറുണ്ട്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റിയ ഒരു ഇൻഡോർ ചെടിയാണ് ഇത്. ഓക്കെ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ മഴക്കാർ വരുന്നത്. കണ്ടോ, നല്ല തെളിഞ്ഞു നിന്ന ആകാശമാണ്. ഇപ്പോൾ മഴയുടെ ഒരു സമയമായിട്ട് പെട്ടെന്ന് കാർമേഘം വന്ന് മൂടി പെട്ടെന്ന് മഴ വരാൻ പോവുകയാണ്. അതിനോടകം പെട്ടെന്ന് ഞാൻ പറമ്പിൽ നിന്ന് കയറണം. ഇനി അടുത്ത ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. കലേഡിയത്തിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണേ. ഇത് കണ്ടോ, എന്ത് രസമല്ലേ. അതിൻ്റെ പിങ്ക് നിറത്തിലുള്ള വെയിൻസാണ് അതിൻ്റെ ഏറ്റവും അട്രാക്ഷനായിട്ടുള്ളത്. കണ്ടോ, പിങ്ക് നിറത്തിലുള്ള വെയിൻസും അതിൻ്റെ ഇടയ്ക്കായിട്ട് വൈറ്റ് ഡോട്ട്സും. ഈ 3 നിറങ്ങളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെ അട്രാക്റ്റീവാണ്. ഇതിൻ്റെയും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് ഈ കലേഡിയത്തിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. കാരണം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. കലേഡിയൻ ചെടികൾ വളരെ നല്ലതാണ്. അതായത് കലേഡിയൻ ചെടികൾക്ക് വലിപ്പമുള്ള ഇലകൾ ഉണ്ടാകണമെങ്കിലുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിലത്ത് നടുക, അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള ചട്ടി നോക്കി നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വലിപ്പമുള്ള ഇലകളുണ്ടാകും. ചെറിയ ചട്ടികളാണെങ്കിൽ അതിൻ്റെ ഇലയും ചെറുതായി പോകുമെന്നാണ് പറയുന്നത്. അടുത്ത ഒരു ടൈപ്പ് ചെടി ഞാൻ പറമ്പിൽ കണ്ടതാണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഇല കണ്ടോ, നല്ല ഒരു ലവ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അതിൻ്റെ പേരും എനിക്കറിയത്തില്ല. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ കലേഡിയത്തിൻ്റെ ഒരു കൂട്ടം ചെടികൾ ഈ മൂലയ്ക്ക് ഇവിടെ നിൽപ്പുണ്ട്. കണ്ടോ, അതൊരു അട്രാക്ഷൻ തന്നെയാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ ആദ്യം നമ്മൾ വേറെ ഒന്നിലും നോക്കത്തില്ല, ഈ ചെടിയിലേക്ക് തന്നെ നോക്കുന്നത്. നിങ്ങൾക്ക് കലേഡിയൻ ചെടികൾ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
ഒരുപാട് വെറൈറ്റി തായ്ലൻഡിൽ നിന്നൊക്കെ നമ്മുടെ ഈ കലേഡിയം ചെടികൾ പല ഡിസൈനിലുള്ളത് വരുന്നുണ്ട്. ഒരുപാട് പേരുടെ കയ്യിൽ ഒരുപാട് ടൈപ്പ് മീൻസ് ഈ കലേഡിയം ചെടികളുടെ കളക്ഷൻസ് ഉള്ള ആളുകളൊക്കെയുണ്ട്. മഴക്കോള് ചെറുതായിട്ട് മാറി വരുന്നു എന്ന് പറയാം. ഇനി ഇത് കണ്ടോ, ഇത് കലേഡിയത്തിൻ്റെ ഇത് പല പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നമ്മൾ എത്ര പറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാലും പിറ്റേ സീസൺ ആകുമ്പോഴത്തേക്ക് ഈ ചെടി തന്നെ പൊങ്ങി വരും, കലേഡിയംസ്. അടുത്തത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ അലമാൻഡ, മാൻഡിവില്ല എന്നൊക്കെ പറയുന്ന ഈ ചെടി. ഒരു ഫേവറേറ്റ് ചെടി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മഞ്ഞ പൂക്കൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് നമ്മൾ വെക്കുകയാണെങ്കിൽ എന്നും നമ്മുടെ മുറ്റത്ത് മഞ്ഞ നിറത്തിൽ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് പയർ കണ്ടോ, പയർ നിറയെ ഒരുപാട് പയർ ഇപ്രാവശ്യം ഉണ്ടായി. ഇതിൻ്റെ പയർ നമുക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഡയറ്റിലൊക്കെ മാക്സിമം എല്ലാവരും പയർ പോലുള്ള ബീൻസ്, പയറൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ഒത്തിരി നല്ലതാണ്. അതുമാത്രമല്ല ഇതിലൊക്കെ ധാരാളം അന്നജം അതുപോലെ തന്നെ ഫൈബർ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന പോലെ നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പാകി കിളിപ്പിക്കാൻ ശ്രമിക്കുക. കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റൂഫ് ടോപ്പിലാണെങ്കിലും ടെറസ് ഗാർഡനിലാണെങ്കിലും കുറച്ച് പയറൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അടുത്തതായിട്ടുള്ളൊരു ഗാർഡൻ ടിപ്പാണ്. നമ്മുടെ ഗാർഡനിൽ കുറേ പേര് എന്നോട് പറഞ്ഞ ചേച്ചി ഒച്ചിൻ്റെ ശല്യമാണെന്ന്. അതായത് ഓർക്കിഡിൻ്റെ അകത്തും മറ്റു ചെടികളിലും ഒക്കെ ഇതേപോലുള്ള ഒച്ചിനെ പിടിച്ച് എവിടെയെങ്കിലും ഒന്ന് വെച്ച് അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടത്തേക്ക് ഒച്ചിനെ കാണുന്ന പ്രദേശത്ത് നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. വളരെ എഫക്റ്റീവാണ്. ഇത് കണ്ടോ, ഇതിപ്പം ജീവനുള്ള നല്ല ആക്റ്റീവായിട്ട് വഴഞ്ഞ ഒരു ഒച്ചാണ്. അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒച്ച് കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് സ്വളനായിട്ട് വന്ന് ഒരു മീൻസ് കല്ലിച്ച് വരുന്ന പോലെ തോന്നും. അതിൻ്റെ ആ സ്മൂത്ത്നെസ് അങ്ങ് പോയിട്ട് ഇച്ചിരി കല്ല് പോലെ നമുക്ക് തോന്നും. അതുപോലെ ആയതിനു ശേഷം അതങ്ങ് നിർജീവമായി പോകും. അതാണ് ഈ ഉപ്പിൻ്റെ ആക്ഷൻ. ഉപ്പ് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇതുപോലുള്ള ഒച്ച് അതുപോലെ സ്നെയിൽ ഇതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഉപ്പുപൊടി. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് മുട്ടയുടെ തോട് നല്ലതുപോലെ പൊടിക്കുക. പൊടിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഓർക്കിഡ് ചട്ടികളിലും ഒച്ചിരി കാണപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ കുറച്ച് വെതറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്ത് ഒച്ച് വരികയേയില്ല. ഈ മുട്ടയുടെ തോട് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും നല്ല 2 ടിപ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ. എഫക്റ്റീവാണ് ഒച്ചിനും എല്ലാത്തിനും. ഓക്കെ, നമ്മുടെ ക്രോട്ടൺസ് മഴ ഇങ്ങനെ വരികയാണ്, അപ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ക്രോട്ടൺസ് ചെടികൾ. വളരെ അട്രാക്റ്റീവാണ് ഈ ക്രോട്ടൺസ് ചെടികൾ. മഴക്കാർ കണ്ടോ, ഇതുവരെ മഴ പെയ്ത് വീണ്ടും. ഇനി അടുത്തതും ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നും നമ്മുടെ വീടുകളിൽ കഴുകിയതിന് ശേഷം കളയുന്ന വെള്ളമാണ് അരി കഴുകിയതിന് ശേഷമുള്ള വെള്ളം. ഈ വെള്ളം നമ്മൾ അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും കളയണ്ട. ഈ വെള്ളം അതേപോലെ കൊണ്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ധാരാളം മിനറൽസും ചെടികൾക്ക് വേണ്ടിയ പോഷകങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ മുരടിച്ച് നിൽക്കുന്ന ചെടികളുടെ ചുവട്ടിലേക്ക് ഈ അരി കഴുകിയ വെള്ളം കൊണ്ടൊഴിക്കുക. അതായത് നമ്മുടെ റോസാ ചെടികൾ, പിന്നെ അഡീനിയം, പൂക്കുന്ന ചെടികൾക്കെല്ലാം ഒഴിക്കുക. നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ ബഡ്സൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് നമ്മൾ അരി വേവിച്ച വെള്ളമല്ല, അരി കഴുകിയ വെള്ളമാണ് കേട്ടോ. അരി വേവിച്ച വെള്ളം നമുക്ക് ഒഴിക്കാൻ പറ്റിയതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ കൂട്ടുകാരെ, അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയിൽ നിൽക്കുന്ന വേറൊരു ചെടിയാണിത്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇത് ഞാനൊരു പഴയ വെള്ളം കോരുന്ന തൊട്ടി പെയിൻ്റൊക്കെ ചെയ്ത് അതിലാണ് ഇത് നട്ടു വച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേൺസ് ആണ്. ഇത് കണ്ടപ്പോൾ ഞാൻ പറിച്ച് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നല്ല ഡെക്കറേറ്റീവായിട്ട് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഫേൺസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഫേൺസ്, പല വെറൈറ്റി പല ടൈപ്സ് ഫേൺസ് പ്ലാന്റ് ഉണ്ട്. ഈ ഫേൺസ് അതായത് എസ്പെഷ്യലി ബോസ്റ്റൺ ഫേൺസ് ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന പ്ലാന്റ്, അതായത് നല്ല രീതിയിൽ ഓക്സിജൻ തരികയും എയർ പ്യൂരിഫൈ ചെയ്യുന്ന ടൈപ്പ് ഫേൺസ് ആണ്. ഇത് ഞാൻ കുറച്ച് ഫേൺ പ്ലാന്റ്സ് പറിച്ചെടുത്ത് ഇതൊരു പൊട്ടിയ കപ്പിൽ ഇതേപോലെ നട്ട് വെച്ചിരിക്കുകയാണ്.
കണ്ടോ? ഇത് കുറച്ച് ദിവസമൊക്കെ ഇതേപോലെ ഇരിക്കും. നമ്മൾ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേടാക്കാതെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന കലേഡിയമാണിത്. ഇത് ഞാൻ ചുമ്മാ ജസ്റ്റ് നമ്മുടെ ഗ്രോ ബാഗിലൊന്ന് നട്ടു വെച്ചിട്ടുണ്ട്. ഇത് നിറയെ ഇലകളായിട്ട് നിൽക്കുന്നത് കാണാൻ ഒത്തിരി ഭംഗിയാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഗാർഡനിൽ മസ്റ്റായിട്ട് വെക്കേണ്ട കുറച്ച് ചെടികളാണ് ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തുന്ന ചെടികൾ. ഇത് ഞാൻ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ കണ്ട ഒരു ചെടിയാണിത്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഭിത്തികളിലൊക്കെ പിടിച്ച് കയറുന്ന ടൈപ്പ് ഒരു സൈസ് ചെടിയാണിത്. ഇത് അവർ നല്ല രീതിയിൽ വളർത്തി, അതായത് പ്രൊഫഷണൽ ഗാർഡനേഴ്സാണ് ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തുന്നത്. കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെടികൾ കട്ട് ചെയ്ത് നിർത്തുന്നത് കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലും കുറേ ചെടികളുണ്ട് ഇങ്ങനെ വെട്ടി നിർത്താൻ പറ്റുന്ന ടൈപ്പിലുള്ള ചെടികൾ. കണ്ടോ എന്ത് ഭംഗിയല്ലേ? അവരെത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. കാണാൻ തന്നെ ഒരു അട്രാക്ഷനാണ്. നമ്മുടെ കയ്യിൽ നാട്ടിലുള്ള എൻ്റെ കയ്യിലുള്ള ഒരു ചെടി ഞാൻ കാണിച്ചത്, അതായത് എൻ്റെ പേര് നൈറ്റ് ക്വീൻ എന്നാണ്. അതും ഇതേപോലെയൊക്കെ വെട്ടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മുടെ നൈറ്റ് ക്വീൻ എന്ന് പറയുന്ന ചെടി. ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് നിർത്തിയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഒരു ഷേപ്പ് ഇല്ലാതെ ഇങ്ങനെ വളർന്നു പോയിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ നൈറ്റ് ക്വീനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ കാണാൻ നല്ലതായത്. ഇതാണ് ഇതിൻ്റെ അകത്ത് പൂവുണ്ടാകും. നല്ല വെള്ള കളറിൽ നല്ല മുല്ലപ്പൂ പോലത്തെ പൂക്കളാണ്. അത് ഒരു സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴാണ് ഈ ചെടി പൂക്കുന്നത്. ഇത് പൂക്കുമ്പോൾ നല്ല സുഗന്ധമാണ്. ആ അറ്റ്മോസ്ഫിയർ മുഴുവൻ, ആ പ്രദേശം മുഴുവൻ നമുക്ക് ആ പൂവിൻ്റെ മണം അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ നൈറ്റ് ക്വീൻ എന്നാണ്. ഇത് വാങ്ങാൻ കിട്ടും നഴ്സറികളിലൊക്കെ. അതുമാത്രമല്ല, ഇതിൻ്റെ ചെറിയൊരു കമ്പ് നിങ്ങൾക്ക് കിട്ടിയാലും മതി. ഒരു ചട്ടിയിലോ മുറ്റത്തോ ഒക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ഇതിൽ പൂക്കളും ഉണ്ടാകും. അതുപോലെ തന്നെ ഇലകൾ നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. അതാണ് ഈ ചെടിയുടെ ഒരു അട്രാക്ഷൻ. ഇതേപോലെ മറ്റ് ചെടികൾ കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന ചെടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവർക്കും അത് വായിക്കുകയും എല്ലാവർക്കും അത് വളർത്താനും പറ്റുമല്ലോ. ഇതാണ് ഞാനതിനും കട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്ത് ഒരുവിധം ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ചൊരു മെനക്കേടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ ചെടി ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയത്. ഇതിൽ എല്ലാ വർഷവും ഇതേ ഒരു സമയത്ത് ഒരു കിളി വന്നിട്ട് ഇതേപോലെ അതിൻ്റെ അകത്ത് മുട്ടയിട്ടിട്ട് പോകും. മുട്ടയിട്ട് കിളികളൊക്കെ വിരിഞ്ഞ് പറന്നു പോകും. ഈ വർഷവും അതേപോലെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ചെടിക്കകത്താണ് കിളി വന്ന് മുട്ടയിട്ടിട്ട് പറന്നു പോയതാണ്. എന്നാലും പക്ഷേ ആ കൂട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അടുത്ത വർഷവും അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കണ്ടോ നമ്മുടെ ചെടി ഞാൻ ഇതേപോലത്തെ ഒരു കമ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നട്ടുവെക്കുക, കിളിച്ചോളും. ഓക്കെ. വേര് പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അലോവേരയിൽ മുക്കി ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കിളിച്ചു വരും. അല്ല എങ്കിൽ ജസ്റ്റ് ഹണിയിലും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയിലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചാലും മതി. ഇത് കണ്ടോ നമ്മുടെ തുളസിയാണ്. എല്ലാ വീട്ടിലും ഒരു തുളസി വെച്ച് പിടിപ്പിക്കുക. തുളസി ഒരുപാട് ഇമ്മ്യൂണിറ്റി പവറുള്ളൊരു ചെടിയാണ്. എന്ന് മാത്രമല്ല നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് തുളസി. ഒരു ഔഷധ സസ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചെടി കൂടിയാണ് ഈ തുളസി ചെടി. മഴ വന്ന് വീഴും എന്ന ഒരു പരുവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്കിലും എൻ്റെ വ്ലോഗ് കഴിഞ്ഞിട്ടേ പെയ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ ഇപ്പം തന്നെ പെയ്യും. ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്തത് നമ്മുടെ റോസിൻ്റെ മൊട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടോ ഇതിൻ്റെ മൊട്ട് നല്ല പാകമായതിന് ശേഷം, വിളഞ്ഞതിന് ശേഷം പാകമാണെങ്കിൽ നമുക്കിതേപോലെ റോസാ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോസിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയല്ലേ? റോസിൻ്റെ മൊട്ട് നമുക്ക് പാകി കിളിപ്പിക്കാം. നല്ല രീതിയിൽ കുഞ്ഞു തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചിരട്ടയിൽ നമ്മൾ നടുന്ന നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ട് ചെടി നല്ല രീതിയിൽ കിളിച്ച് നിൽപ്പുണ്ട്. കണ്ടോ
ഇതാണ് നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ട് ചെടി. ജസ്റ്റ് ചുമ്മാ ഒരു ചട്ടിക്കകത്ത് വെച്ചിട്ടേ ഉള്ളൂ, പക്ഷെങ്കിൽ നല്ല രീതിയിൽ കിളിച്ച് നല്ല തഴച്ച് നിൽക്കുകയാണ്. ഇത് കാണാൻ തന്നെ ഒത്തിരി ഭംഗിയാണ്. ഇതൊരു സക്കലൻറ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. അതിൻ്റെ അടിയിലത്തെ ചട്ടിയിൽ ഞാൻ നമ്മുടെ വാണ്ടറിങ് ജൂ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ഇത് രണ്ടും കൂടെ കാണാൻ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനും ഒരു രസവുമാണ്, കാണാൻ ഒത്തിരി ഭംഗിയാണ്. അപ്പോൾ ലിൻസീസ് ലിങ്ക് ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ്, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ അത് വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അന്നേരം കമൻറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ചെടികൾ, ഒരു ചെടിയെങ്കിലും ചെടികൾ വളർത്താൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. അതായത് അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല ഇതൊരു ഹോബി കൂടിയാണ്, നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ നട്ട് വളർത്തുന്നത്. പിന്നെ എന്നും നമ്മുടെ മുറ്റത്ത് പൂ കളിക്കുന്ന ഒരു ചെടിയാണ് മൊസാൻഡ്ര. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വളമോ ഒന്നും കൊടുത്തില്ലെങ്കിൽ കൂടി ജസ്റ്റ് വെള്ളം കൊടുത്താൽ മാത്രം മതി, ഈ ചെടിയിൽ എന്നും ഇതേപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കും. ഈ മൊസാൻഡ്ര ചെടികൾക്ക് കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് റെഡ്, വൈറ്റ്, പിന്നെ മഞ്ഞ കളറുണ്ട്, അതുപോലെ പിങ്ക് കളറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ ലീഫ് കണ്ടോ, ഒരു വെൽവെറ്റി ടെക്സ്ചറാണ്. Okay friends, thank you for watching Lincys Links. See you next video. Bye bye.